കാമിലായ ശരീഅത്തിനെ തിരഞ്ഞെടുത്ത മഹാനാണ്. കറാഹത്ത് പോലും ഇഷ്ടപ്പെടാത്ത ഫഖീഹാണ്. അരദറാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ലാത്ത കാമിലായ ശരീഅത്തിന്റെ മുഫ്തിയുമാണ്. ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ഫഖീഹുമാണ്. കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അള്ളാന്റെ വലിയാണ്. അല്ലാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹുവിന്റെ അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ദറജയേറ്റി കൊടുക്കട്ടെ. കാമിലായ വലിയാണ്. കാമിലായ വലിയാണ്. ശരീഅത്ത് കൊണ്ട് കാമിലായ വിലായത്ത് കിട്ടിയ ആളാണ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. ഹഖീഖത്തിന്റെ ബഹറിൽ നീന്തുകയും ശരീഅത്ത് പ്രചരിപ്പിക്കുകയും തഹദ്ദിയാത്തിനെ നേരിടുകയും ചെയ്യുന്ന വലിയാണ് ശൈഖുനാ ശംസുൽ ഉലമാ. നെല്ലും പതിരും വേർതിരിച്ച് സമാനിൽ അപൂർവമായി വന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒരു പ്രത്യേക രാജകിളിയാണ് ശൈഖുനാ ശംസുൽ ഉലമാ. ചിന്തിക്ക. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നമുക്ക് നമ്മെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. കവിത എഴുതിയ വലിയാണ് ജലാലുദ്ദീൻ റൂമി. ചിന്തിക്ക്. അതിമനോഹരമായ കവിത എഴുതിയ ആളാണ്. വിലായത്ത് പല ജാതിയാണ്. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിം സമുദായത്തിന് തിരിച്ചു പിടിച്ച ഒരു രാജാവുണ്ട്. ചരിത്രം കണ്ട മഹാനായ വലി. ആരാണ് ആ വലി എന്നറിയും? മറ്റാരുമല്ല, സുൽത്താൻ സലാഹുദ്ദീൻ. 88ഓളം വർഷം പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെ താഴികക്കുടങ്ങളെ ശത്രുക്കൾ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഒരാൺകുട്ടി വന്നു മുസ്ലിം ലോകത്ത് രാജാവായി. സാധാരണ രാജാവല്ല. കാന വലിയം മിൻ ഔലിയായില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ. സുൽത്താനാണ്, വലിയാണ്. അത് വേറെ ശൈലിയാണ്. ഇവർക്കെല്ലാം ഉള്ള ഒരു പൊതു രീതി എന്താ? അവർ അല്ലാഹുവിനെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ നിൽക്കുന്ന പദവിയിൽ നിന്നിട്ട് നമുക്ക് അല്ലാഹുവിനെ തിരഞ്ഞെടുക്കാൻ കഴിയും. നമ്മൾ നമ്മുടെ പദവിയിൽ നിന്നിട്ട് അള്ളാഹിനെ തിരഞ്ഞെടുക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നോക്ക്, നബിമാരെ കൂടെ വരുന്നവനല്ലേ വലിയ. അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന യൗമൽ ഖിയാമ. പുണ്യ മുഹമ്മദ് മുസ്തഫ കച്ചവടക്കാരൻ നബിമാരെ കൂടെ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. നബിമാരെ കൂടെ വരുന്നവൻ ആരാ? വലിയ മിനൻ നബിയ്യീന വസ്ദിഖീൻ. ഖുർആൻ. ചിന്തിക്ക. അത്താജിറു ഒരു കച്ചവടക്കാരൻ, അസ്വദൂഖു സത്യസന്ധൻ, അമീനു വിശ്വസ്തൻ. നബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു قال سمعت رسول الله صلى الله عليه وسلم يقول. പുണ്യ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ സഈദ് റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്ദിഖീൻ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. കച്ചവടക്കാരൻ വലിയ. ചിന്തിക്ക. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തർക്കം പരിഹരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, മുആദ് ബിൻ ജബൽ. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അടുത്ത വരി പറയുള്ളൂ. അടുത്ത വരി പറയുമ്പോഴത്തെ റളിയല്ലാഹു അൻഹു പറയണം. എന്തുകൊണ്ട്? ഒരു പ്രശ്നം ഒരു നാട്ടിലുണ്ടായാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നിയോഗിക്കുക മുആദിനെയാണ്. റളിയല്ലാഹു അൻഹു. എവിടേക്ക് മുആദിനെ നിയോഗിക്കും? റളിയല്ലാഹു അൻഹു. വിട്ടുപിരിയാൻ ഇഷ്ടമല്ല, നബിയെ വിട്ടുപിരിയാൻ ഇഷ്ടമല്ല മുആദിന് റളിയല്ലാഹു അൻഹു. മുആദിന്റെ പ്രത്യേകത എന്താ അറിയോ? മുആദ് ഒരു വർത്തമാനാണ് പറഞ്ഞാൽ അതിന്റെ മേലെ പറയാൻ ഒരു സദസ്സിൽ ഒരാളുണ്ടാവില്ല. അതാ മുആദ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ഒരു സദസ്സിൽ സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു ഒരു വർത്തമാനം പറഞ്ഞാൽ ഷാമിലേക്ക് പറഞ്ഞയച്ചു, പിന്നെ യമനിലേക്ക് പറഞ്ഞയച്ചു. കരഞ്ഞു. ലമ്മാ ബാറഖ്തു നബിയൽ മുസ്തഫ ആഖിറൻ മാ ബാറഖ്തുഹു ഔസ്നി. അവസാനം വിട്ടുപിരിഞ്ഞപ്പോൾ ഞാൻ നബിയോട് ഒരു വസിയത്ത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിന്റെ നാവ് ദിക്ർ കൊണ്ട് നനയട്ടെ എന്ന് എന്നെ വസിയത്ത് ചെയ്തു. പിന്നെ ജീവനോടെ ഞാൻ നബിയെ കണ്ടിട്ടില്ല എന്ന് മുആദ് ഇബ്നു ജബൽ. ഈ മുആദിനെ പറ്റി എന്താ ഹബീബായ നബി പറഞ്ഞത്? മുആദ് ആരാ? മുആദ് പള്ളിയിൽ ഇരിക്കുന്ന പണിയൊന്നുമില്ല. മുആദ് മജ്ലിസിലും പലപ്പോഴും ഉണ്ടാവില്ല. മുആദിനെ മദീനയിൽ ഇരിക്കാൻ പലപ്പോഴും നബി സമ്മതിക്കൂല. നിന്റെ കൂടെ ഇല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ?
മദീന പള്ളിയിലെ സുഫത്തിന്റെ അയൽക്കാരെ കൂട്ടത്തിൽ ഇരിക്കാൻ നേരം കിട്ടൂല. മദീന പള്ളിയിൽ ഇരിക്കാൻ നേരം കിട്ടൂല. ആർക്ക് പറയാ? ആർക്ക്? മുആദ് ഇബ്നു ജബലിന്. ഇൽമിന്റെ സദസ്സിൽ റസൂലുള്ളാഹിന്റെ മുന്നിലെ തലയും തൂക്കിത്തിരിക്കുന്ന കൂട്ടത്തിൽ മുആദ് ഉണ്ടാവില്ല. മുആദ് ഇവിടെ വന്നാൽ അടുത്ത നാട്ടിലേക്ക് പറഞ്ഞേക്കും, അവിടെ വന്നാൽ അടുത്ത നാട്ടിലേക്ക് പറഞ്ഞേക്കും. മദീനയിൽ ഇരിക്കാൻ പലപ്പോഴും ആരുണ്ടാവില്ല. പറ, ആരുണ്ടാവില്ല? മുആദ്. ഇനി കേട്ടോ മുആദിനെ പറ്റി പറഞ്ഞത്. ഇങ്ങോട്ട് നോക്ക്. ഹാദാ മുആദ് ഇബ്നു ജബൽ യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമാഇ ഖാല റസൂലുള്ളാഹി. എല്ലാ ആലിമീങ്ങളെയും മുന്നിലാണ് ആര് വരിക? ആലിമാരാ? വറസത്തുൽ അംബിയാ, ഔലിയാക്കളാണ് ആര്? ഉലമാക്കള്. അവരെ മുന്നിലാണ് ആര്? മുആദ്. നാ പള്ളിയിൽ എത്തിക്കാഫിരിക്കണ കൂടുതൽ ഉണ്ടാവില്ല. ഇതിലൊന്നും മുആദ് ഉണ്ടാവില്ല. മുആദിന് മിക്കവാറും 4 റക്അത്തുള്ള 2 റക്അത്തായിരിക്കും നിസ്കാരം. നിങ്ങളിൻ്റെ കൂടെ അല്ല. മുആദ് മിക്കവാറും യാത്രക്കാരനാ. നിങ്ങളിൻ്റെ കൂടെ അല്ല. സുന്നത്ത് വേറെ അല്ലേ? ഫർളന്നെ മിക്കവാറും മുആദിന് എന്തായിരിക്കും? ഒന്ന് കൂടിത്തിരി മനുഷ്യന്മാരെ. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിന് പലപ്പോഴും 4 റക്അത്ത് തന്നെ എന്തായിരിക്കും? 2 റക്അത്ത്. മനസ്സിലായില്ലേ? എന്നിട്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് ഹാദാ മുആദ്, ഹാദാ മുആദ് യഅതി യൗമൽ ഖിയാമത്തി അമാമൽ ഉലമാഇ. എല്ലാ ആലിമീങ്ങളെയും മുന്നിലായിരിക്കും ആര്? എൻ്റെ മുആദ് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ സ്വഫത്തിന്റെ അഹലുകാരെ കൂട്ടത്തിൽ ഈ കഴുത്തിൽ ഇവിടെ അങ്ങനെ കെട്ടിയിട്ട് ഉടുതുണിക്ക് മറുതുണില്ലാതെ പഠിച്ചവരെ കൂട്ടത്തിൽ ആരില്ല? മുആദില്ല. അത് ഭയങ്കര മൊലാളിയാണ്, ആൺകുട്ടിയാണ്, ഭയങ്കര ആൺകുട്ടിയാ. അതായത് ഭയങ്കര സുന്ദരനാ, ഭയങ്കര സുന്ദരനോ. അവൻ നോക്കിപ്പോവും. ഭയങ്കര ഉഷാറുള്ള ആളാ. ഞാൻ ഈ ഹദീസ് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ സങ്കല്പിക്കാറുണ്ട് മുആദിനെ റളിയല്ലാഹു അൻഹു. അള്ളാഹു പരലോകത്ത് വെച്ചാൽ കാണാൻ തൗഫീഖ് തരട്ടെ. എനിക്ക് ഇഷ്ടമുള്ള സഹാബികളെ കൂട്ടത്തിൽ ഒരാളാണ് സയ്യിദ്നാ മുആദ്. എല്ലാ സഹാബികളോടും നമുക്ക് ഇഷ്ടമാണെങ്കിലും മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നും. ഞാൻ എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്താണെന്ന് വെച്ചാൽ വയസ്സായ സമയത്തും നേരൊപ്പിച്ച പല്ല് ഒഴിഞ്ഞിട്ടില്ല, നേരൊപ്പിച്ച പല്ല്. മനസ്സിലായില്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അവർ യർമൂക്ക് യുദ്ധത്തിൽ വെച്ച് ഷഹീദാവുന്നത്. ആര്? മുആദ് റളിയല്ലാഹു അൻഹു. നേരൊപ്പിച്ച പല്ല്, നല്ല വാർച്ചയുള്ള മുഖം, ചൊങ്കൻ. പല്ല് വായ ഇങ്ങോട്ട് തുറന്നാൽ ഒരു തരം നൂറ് പ്രകാശിച്ചു എന്നാണ്. എവിടുന്ന്? പല്ലിൽ നിന്നൊരു പ്രത്യേക പ്രകാശം അങ്ങനെ വരും. അത്ര ചുർക്കൻ, അത്ര ചൊങ്കൻ, ചുർക്കൻ. ആര്? സയ്യിദ്നാ മുആദ്. പൗറുള്ള ആള്, പത്രാസുള്ള ആള്. ഈ മനുഷ്യനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ ഇവിടെ നീട്ടണ്ടയില്ല. ചിന്തിക്ക. ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ കുത്തുബങ്ങളിൽ പ്രധാനപ്പെട്ട കുത്തുബീങ്ങൾ 4 ആളല്ലേ? ഒന്ന് സയ്യിദ്നാ സിദ്ദീഖ്, ഒന്ന് സയ്യിദ്നാ ഫാറൂഖ്, ഒന്ന് സയ്യിദ്നാ ഉസ്മാൻ, ഒന്ന് സയ്യിദ്നാ അലി. ഈ കുത്തുബീങ്ങൾക്ക് 4 ആൾക്ക് 4 സ്വഭാവം. സയ്യിദ്നാ സിദ്ദീഖ് തനി പാവം. ഓർക്കപ്പറ. സയ്യിദ്നാ സിദ്ദീഖ്. സയ്യിദ്നാ ഫാറൂഖ് ബില്ലാളി വീരൻ. സയ്യിദ്നാ ഉസ്മാൻ മൊലാളി, പെരുമൊലാളി. മുതലി എന്ന് പറഞ്ഞ മുതലോട് മോല്. സയ്യിദ്നാ അലിയോ ലഖബുഹു സിഫറുൽ യദൈനി, 2 കൈയും വട്ടപ്പൂജ്യം. ആര്? സയ്യിദ്നാ അലി. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ലഖബലമാണ് എന്ത്? സിഫറുൽ യദൈനി. പറയും സിഫറുൽ യദൈനി, 2 കൈയും വട്ടപ്പൂജ്യം. എന്നാലോ ഭയങ്കര കോട്ടവാതില ഇങ്ങോട്ട് പറിച്ചെടുത്ത് യുദ്ധം ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത്? പിന്നെ കോട്ടവാതിൽ വലിച്ചെറിഞ്ഞ്. പിന്നെ പോയിട്ട് 80ഓളം ആളുകൾ വന്നിട്ടാണ് കോട്ടവാതിൽ പൊക്കിയത്. അത് ഒരു വലിയ ശൈലി. നീ നാളെ രാവിലെ ജിമ്മിന് പോയതുകൊണ്ട് വലിയാവോ? എന്നാ നീ വേഗം പോയിക്കോളി, ജിമ്മിന് പോയിക്കോളി വലിയാകാൻ. അയ്യേ മനസ്സിലുണ്ട് പറഞ്ഞത്. അത് ഭയങ്കര കരുത്തനായിരുന്നു എന്ന് കേട്ടപ്പോ ഒരുത്തം വിചാരിച്ചു, ഓ എന്നാ ഇപ്പൊ ജിമ്മിന് പോകുക ഔലിയാകാന്. എന്നാ പോയിക്കോളി വേണം, ജിമ്മിന് പോയിക്കോളി നാളെ രാവിലെ. മനസ്സിലായില്ലേ? അവരെ പ്രത്യേകത എന്താ? അവരെ പ്രത്യേകത അവർ അല്ലാഹുവിനെ തിരഞ്ഞെടുത്തു.
ഹക്കും ബാത്തിലും തമ്മിൽ മത്സരിച്ചപ്പോൾ അവർ ഹക്കിന്റെ കൂടെ നിന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ദുന്യാവിന്റെ അഹ്ലുകാരും ആഖിറത്തിന്റെ അഹ്ലുകാരും മത്സരിച്ചപ്പോൾ അവര് ആഖിറത്തിന്റെ അഹ്ലുകാരെ കൂടെ നിന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. വർക്കപ്പുറ അള്ളാഹു തൗഫീഖ് തരട്ടെ. ബസ് 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 വർത്തനല്ല, കഴിഞ്ഞു 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 തന്നെ വേള്. അതിൽ പല ശൈലി ഉണ്ടാവും, അതിൽ പല കൂട്ടരും ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാന്റെ ആളാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അള്ളാന്റെ ആള്. അല്ലെങ്കിൽ ആക്ട് നടക്കൂല, ആക്ട് നടക്കൂല. കാട്ടിക്കുട്ടിയതാണെങ്കിൽ അങ്ങനെ നടക്കൂല. കാട്ടിക്കുട്ടിയതാണെങ്കിൽ ഞാൻ അള്ളാന്റെ ആളാണെന്ന് കാട്ടിക്കൂട്ടിയാൽ ഒരാഴ്ച നടക്കും, 2 ആഴ്ച നടക്കും. മുമ്പ് CH ഉള്ള കാലത്ത് ഒരു ഫലിതം പറഞ്ഞിരുന്നു. ഒരു കുറുക്കൻ ഇങ്ങനെ പേടി കിട്ടി പാഞ്ഞപ്പോൾ ഒരു അമ്മൂമ്മ നീലമ കലക്കി വെച്ചിരുന്നേ കൂടി ഞാണ് ചെന്ന് വീണത് മനസ്സിലായില്ല. പണ്ട് CH ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഫലിതം പറയാം, ചിന്തിക്ക്. ഒരു കുറുക്കൻ എന്തോ പേടി കിട്ടി ഓടിയപ്പോൾ ഒരു അമ്മൂമ്മ ഒരു തൊട്ടിയിൽ നിറയെ നീലം കലക്കി വെച്ചിരുന്നു. അങ്ങനെ നീലത്തിൽ പോയി ചാടി ആകെ നീലത്തിന്റെ കോലത്തിന് കളറ് മുങ്ങി കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം പറഞ്ഞു, ഇതന്നെയാണ് നമ്മളെ രാജാവ്. മനസ്സിലായില്ല. കുറുക്കനും പിന്നെ വല്ലാതൊന്നും മുണ്ടിയില്ല. രാജാവാകുകയാണെങ്കിൽ ആട്ടെ. മനസ്സിലായില്ല. മൃഗങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു മൃഗം ഇതുവരെ കാട്ടിലുണ്ടായിട്ടില്ല, ഭയങ്കരം വലിയാണ്, ഭയങ്കരം രാജാവാണ്. അങ്ങനെ പറഞ്ഞ് എല്ലാവരും പിടിച്ചിട്ട് കുറുക്കനെ രാജാവാക്കി. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നിലാവിന് വട്ടം കൂടിയപ്പോൾ ഒച്ച പുറത്തേക്ക് ആടി. തിരിഞ്ഞില്ല. നിലാവ് കണ്ടാ കൂക്കണം. ആർക്ക്? കുറുക്കന്. അപ്പോഴാണ് മനസ്സിലായത് ഇത് സാധനം കുറുക്കനാണ്. എന്നൊക്കെ തിരിഞ്ഞോ? അതാ പറഞ്ഞത്, ജനങ്ങളെ മുന്നിൽ കാട്ടിക്കൂട്ടിയതാണെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല. അള്ളാന്റെ ആൾക്കേ നിലനിൽക്കാൻ കഴിയുള്ളൂ. അത്തിപ്പറ്റ മുസ്ലിം കാട്ടിക്കൂട്ടിയതല്ല. നമ്മൾ ഇനി ആകണമെങ്കിൽ ഇങ്ങനെ ആകണം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ അടിയിലേക്ക് മടങ്ങണം. കള്ളിത്തുണിക്ക് മടങ്ങിയാൽ പോരാ, നമ്മൾ അടിയിലേക്ക് പോകണം. എന്താണ് അടി? അള്ളാഹുവിനെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് നല്ല കുപ്പായിട്ടോളി, നല്ല ഭക്ഷണം കഴിച്ചോളി. ആരെ തിരഞ്ഞെടുക്കണം? ആരെ തിരഞ്ഞെടുക്കണം? അള്ളാഹിനെ തിരഞ്ഞെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റത് നടക്കൂല. ദിക്ർ കുറച്ച് ദിവസം നമ്മൾ ചെല്ലിയതുകൊണ്ട് ഔലിയാവൂല. ദിക്ർ തീരെ ചെല്ലാത്തതുകൊണ്ട് ഔലിയ ആകാതിരിക്കൂല. ദിക്ർ കള്ളന്മാരും ചെല്ലും. പുറത്ത് പറയണ്ട. പുറത്ത് പറയണ്ട. ഇന്നെ പൊളിച്ചിക്കണമെങ്കിൽ എനിക്ക് തോന്നിയത് പറഞ്ഞ. കള്ളന്മാരും ചെല്ലും, ദിക്ർ ചെല്ലും, സലാത്ത് ചെല്ലും. കള്ളന്മാര് കള്ളന്മാര് സലാത്തിലില്ലേ? ബോർഡ് കാണും മാതിയാല്. കള്ളന്മാര് സലാത്തിലില്ലേ? പറയും മനുഷ്യന്മാര്. സലാത്ത് മജ്‌ലിസ് ഉണ്ടാക്കല്ലേ? എന്തെങ്ങൾക്കൊരു അള്ളാഹു കാക്കട്ടെ. സലാത്തുണ്ടാക്കും, പിത്തിനുണ്ടാക്കും. പറയും മനുഷ്യന്മാർ. ചിന്തിക്കുക. അതൊന്നുമല്ല. ചിന്തിക്കുക. അബ്ദിന്റെ ദിക്റെന്താ? അബ്ദിന്റെ ഖൽബ് മഅബൂദുമായി ബന്ധപ്പെടുക. ചിലത്തിൽ ലിസാനുമ്മൽ സൗത്ത് ദിക്റായിരിക്കും, ചിലപ്പോൾ നഫസിന്റെ ദിക്റായിരിക്കും, ശ്വാസം. അവര് അള്ളാഹുവിലായിരിക്കും സദാസമയം, പുറത്ത് കേൾക്കൂല. മനസ്സിലായോ? ശ്വാസം തന്നെ ദിക്റായിരിക്കും, പുറത്ത് ദിക്ർ ചെല്ലുന്നത് കേൾക്കൂല. സദാസമയവും കൽബിന്റെ ഉള്ളിൽ ആര്? നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. ദിക്ർ ചെല്ലിയില്ല, ഇതൊന്നല്ല കണക്ക്. ചിന്തിക്ക് മുഅ്മിനെ, ചിന്തിക്കണം. അവരുടെ പ്രത്യേകത എന്താ? അവര് ഹക്കും ബാത്തിലും തമ്മിൽ മത്സരിച്ചപ്പോൾ ഹക്കിനെ തിരഞ്ഞെടുത്തു. ഹക്കും ബാത്തിലും തമ്മിൽ ഇന്നും മത്സരമുണ്ട്. ആദ്യപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാരെക്കാൾ ആ കാലത്തെക്കാൾ വലിയ കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അന്നത്തെക്കാൾ വലിയ യുദ്ധത്തിലാണെന്ന് ഹക്കും ബാത്തിലും തമ്മിൽ. ഹക്കിനെ തിരഞ്ഞെടുക്കാനുണ്ടോ? നീ കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിന്റെ വലിയാണ്. കുപ്പായിട്ടോ ടൗസറിട്ടോ അതൊന്നും പ്രശ്നമില്ല. ഹക്കും ബാത്തിലൊന്നും അന്നത്തെക്കാൾ മത്സരം ഉണ്ടാവും. അന്നത്തെക്കാൾ മത്സരം ഉണ്ടെന്ന്
ബാത്തിൽ ഉടുത്തൊരുങ്ങിയിട്ട് ഹക്കിന്റെ കസേരയിൽ ഇരിക്കുന്ന കാലമാണിത്. ബാത്തിൽ ഉടുത്തൊരുങ്ങി വരുന്നു, ഹക്കിന്റെ കസേരയിൽ ഇരിക്കുന്നു. ഹക്കിനെ ചവിട്ടി കൊല്ലാൻ വേണ്ടി ബാത്തിലിതാ വലിയ വലിയ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ആളായി രംഗത്ത് വരുന്നു. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തിരഞ്ഞെടുക്ക്. അവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ തിരഞ്ഞെടുത്തവരാണ്. കേവലം സുന്നത്ത് അല്ല, ഒന്നാമത്തെ അഹ്ലു സുന്നത്ത് വൽ ജമാഅ. പ്രത്യക്ഷ സുന്നത്ത് തബ്ലീഗിന്റെ കയ്യിലുണ്ടല്ലോ, പക്ഷെ അത് മുട്ടന്റെ കൈയല്ല. സുന്നത്തിന്റെ അഹ്ലു സുന്നത്തില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? പ്രത്യക്ഷ സുന്നത്ത് തബ്ലീഗിന്റെ കയ്യിലുണ്ട്, പക്ഷെ അഖീദയിൽ പൊളിഞ്ഞ് തലേ കെട്ടി പക്ഷെ തുണി കൊടുത്തില്ല. മനസ്സിലായില്ല? തബ്ലീഗിന്റെ പ്രശ്നം എന്താ? തബ്ലീഗ് തലേ കെട്ടി, പക്ഷേ തബ്ലീഗ് ഔറത്ത് മറച്ചിട്ടില്ല. അസ്ലെന്താ? ഔറത്ത് മറക്കലെന്താ? അഖീദ നേരെയാക്ക. അഖീദ വഹാബിയുടേത്, കോലം സുന്നത്തിൻ്റെത്. പ്രത്യക്ഷ സുന്നത്തിനായിട്ട് കാര്യമല്ല, ആദ്യം അസ്ല് ശരിയാക്കണം. അത്തിപ്പറ്റ വേദിയൻകുട്ടി മുസ്ലിയാര് അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ ഹയാത്താക്കി, എന്നിട്ട് സുന്നത്തിനെ ഹയാത്താക്കി. അങ്ങനെ തന്നെയല്ലേ? പറയണ്ടേ? അങ്ങനെ തന്നെയല്ലേ? അതന്നെ. അവരെ ആദ്യം ഹയാത്താക്കിയത് അഹ്ലു സുന്നത്തി വൽ ജമാഅ, അത് അസ്ലാണ്. തൗഫീഖ് തരട്ടെ. അതിനപ്പുറം ഒന്നും സുന്നികൾ അംഗീകരിക്കുകയില്ല. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അതിനാണ് സമസ്ത ഉണ്ടാക്കിയത്. എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? സുന്നത്യമായത്തിനെ രക്ഷപ്പെടുത്താൻ. ആരായാലും എവരായാലും സുന്നത്യമായത്തിന് എതിരായ ഒരു കാര്യം സുന്നികൾ അംഗീകരിക്കുകയില്ല. സുന്നികൾക്കതിന് കഴിയുകയില്ല. ഹക്കും ബാത്തിലും തമ്മിൽ കിടമത്സരമുണ്ട്. പക്ഷെ നീ ഹക്കിനെ തെരഞ്ഞെടുക്കണം. ഹക്കേത്? അഹ്ലു സുന്നത്തി വൽ ജമാഅ. നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് അസ്ല്. അസ്ല് ചിന്തിക്ക. ഒരു നാടാകെ നടപ്പിലാക്കിയ ഒരു സംഗതിയാണ്. ഏത് പോലെ പോയാലും മങ്കൂസ് മൂലോത് ഒരു ഹരീതെങ്കിലും ഓതും. എന്തേ? അങ്ങനെ തന്നെയല്ലേ? പറയാം. എത്രയോ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? എന്തിനാണത്? എന്തേ? അവരെ പോലെ ചെന്നാൽ ചെയ്താൽ പോരാ. ഇത് നാട്ടിൽ നിന്ന് എടുത്തു പോകുന്ന സാധനമാണ്. നാട്ടുകാരെ മുന്നിൽ തന്നെ ഹയാത്താക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. സുന്നത്ത് രണ്ട് ജാതിയാണ്. വ്യക്തി ജീവിതത്തിൽ സ്വകാര്യമായി ഹയാത്താക്കുന്നവരുമുണ്ട്, ജനങ്ങളുടെ മധ്യത്തിൽ ചെയ്യുന്നവരുണ്ട്. മൗലൂദ് ജനമധ്യത്തിൽ നിന്ന് എടുത്തു പോയതാണ്. ഞാൻ അവരുടെ കൂടെ പങ്കെടുത്ത ഒരു ഭക്ഷണത്തിന് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വിളമ്പിന് മുമ്പ് അത്തിപ്പറ്റ ഉസ്താദ് പറയും, നമുക്ക് ഒരു അരിയത്ത് എന്തേ പറയും മനുഷ്യന്മാര്, ഒരു അരിയത്ത് നമുക്ക് മങ്കൂസ് ഓതാതെ ഭക്ഷണം വളർന്നൂല, ഭക്ഷണം കഴിക്കൂല. എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. ചിന്തിക്ക്. അപ്പോൾ അവര് അഹ്ലു സുന്ന, അവര് സുന്നിയാണ്. ആദ്യം പറയാ സുന്നിയാണ്. സുന്നിയാകാതെ സുന്നത്തുണ്ടാക്കിയിട്ട് കാര്യമില്ല. സുന്നിയാകാത്ത സുന്നത്ത് ഖാദിയാനി ചെയ്യും. തലേക്കെട്ട് ഖാദിയാനിക്കുമുണ്ട്, നിസ്കാരത്താമ്പ് ഖാദിയാനിക്കുമുണ്ട്. ഗുലാം അഹമ്മദ് ഖാദിയാനിന്റെ നെറ്റി കണ്ടാൽ അയാളെ നെറ്റിമൊരു കൂറ ഇരിക്കണമെന്ന് തോന്നിപ്പോവും. ഇത്ര വലിയ നിസ്കാരത്താമ്പ, ഇത്ര വലിയ നിസ്കാരത്താമ്പ ഞാൻ ഒരാളെ കണ്ടു. വെറുതെ ഉണ്ടാവില്ലല്ലോ. അയാളെ പക്ഷി കാഫുറാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല. മനസ്സിലായില്ല? വലിയ നിസ്കാരത്താമ്പനായി നിസ്കാരത്താമ്പുള്ള ഫോട്ടോ ആണ് ആരുടേത്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഇയാൾ കാഫുറാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിൽ തർക്കമില്ല. അയാളെ കച്ചി കാഫുറാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ബാക്കി അല്ലാഹു അലം, എനിക്കറിയില്ല. ബാക്കി അല്ലാഹു അലം, എനിക്കറിയില്ല. ചിന്തിക്ക്. അപ്പോൾ അവർ സുന്നത്യമായതിനെ ഹയാത്താക്കി. ഹക്കും ബാത്തിലും മത്സരിച്ചപ്പോൾ ഹക്കിനെ തെരഞ്ഞെടുത്തു. പരിശുദ്ധ ദീനിന്റെ പ്രസ്ഥാനമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ തെരഞ്ഞെടുത്തു. സുന്നിയായി. ആദ്യം നീ സുന്നിയാക്. സുന്നിയാകാതെ വലിയാവുകയില്ല. സുന്നിയാകാതെ സുന്നത്തിന് വിലയില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅ, അതാണ് സത്യദീൻ. നമുക്ക് തൗഫീഖ് തരട്ടെ. അത് ശരിയാക്ക്, അത് ക്ലിയറാക്ക്. ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവരിൽ ഒരുപാട് പാഠങ്ങളുണ്ട്.
ഏറ്റവും വലിയ പാഠം, അവർ അള്ളാഹുവിനെ തെരഞ്ഞെടുത്ത ആളാണ്, അവരെ ഹക്കിന്റെ കൂടെ നിലകൊണ്ട ആളാണ്, അവര് സുന്നത്ത് ജമാഅത്തിനെ ഹയാത്താക്കിയ മഹാനാണ്. വഹാബികൾ വരെ അവരുടെ സദസ്സിൽ പങ്കെടുത്ത് സുന്നിയായ ചരിത്രം നൂറുകണക്കിനുണ്ട്. നൂറുകണക്കിന് എനിക്കറിയാം. മനസ്സിലായില്ല? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? 1000 പ്രഭാഷണം കൊണ്ട് ഒരാളെ മുജാഹിദിനെ സുന്നിയാക്കാൻ കഴിയൂല. അത്തിപ്പറ്റ മൈത്യൻകുട്ടി മുസ്ലിയാരെ കൂടെ ഒരു ദിവസം നടന്നാൽ മുജാഹിദ് പറ സുന്നിയാകുമായിട്ടുണ്ട്. ചരിത്രം കേരളത്തിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവര് സുന്നത്തല്ല ഹയാത്താക്കിയത് ആദ്യമായി സുന്നത്ത് ജമാഅത്ത്. മനസ്സിലായില്ലേ? പിന്നെ സുന്നത്തെ ഹയാത്താക്കി ഹക്കിനെ തെരഞ്ഞെടുത്തു, അള്ളാന്റെ ദീനിന്റെ കൂടെ നിന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതന്നെ, ബാക്കിയൊന്നും വിഷയമല്ല, ബാക്കിയൊന്നും വിഷയമല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നിനക്കും എനിക്കും പറ്റും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് വേണം? നമ്മൾ സുന്നിയാകണം. ഇന്ന് അത് നമുക്ക് വിഷയമല്ല. ഇന്നിപ്പോ സുന്നി വിഷയമല്ല. ഇന്ന് സുന്നി വിഷയമല്ല. ഇന്ന് സുന്നികൾക്ക് സുന്നി വിഷയമല്ലാതെ കാലം വന്നിരിക്കുന്നു. സുന്നികൾ സുന്നത്ത് ജമാഅത്തിനെ അപമതിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത. സമസ്തക്ക് വേറൊരു ലക്ഷ്യവുമില്ല. സമസ്ത ഉണ്ടാക്കിയത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയത്. സുന്നികളെ സമസ്ത നിലനിൽക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെ ഹയാത്താക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നിൽക്കണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അതാണ് ഹക്കായ മതം, അതാണ് ദീൻ. ഗൾഫിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ കൂടെ മജ്‌ലിസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത്തിപ്പറ്റയിലും പങ്കെടുത്തിട്ടുണ്ട്, പാലക്കാട് ജില്ലയിൽ പങ്കെടുത്തിട്ടുണ്ട്, മലപ്പുറം കോഴിക്കോട് ജില്ലയിലും പങ്കെടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം സുന്നത്ത് ജമാഅത്ത് ഹക്കാണെന്ന് തെളിയിക്കാതെ ഒരു മജ്‌ലിസിൽ നിന്ന് അവർ വിട്ടുപിരിഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങൾ നടപ്പിലാക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ഹദ്ദാദ് ചെല്ലാത്തവർ ഹദ്ദാദ് ഉപദേശിക്കും. ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ? പറയും. വഹാബികളായ ആളുകൾ പിന്നെ അവരെടുത്ത് വന്നിട്ട് ഹദ്ദാദ് പതിവാക്കിയവർ എത്രയുണ്ട് സുന്നിയായി? ഈ കഴിഞ്ഞ സമാനിൽ ഏറ്റവും കൂടുതൽ ഹദ്ദാദിനെ ഹയാത്താക്കിയ ഒരാൾ അത്തിപ്പറ്റ മൈത്യൻകുട്ടിയാണ്. സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിൽ വ്യത്യാസം എന്താ? സുന്നികള് ഹദ്ദാദ് റാത്തീബ് നടത്തും, മാങ്കൂസ് മൗലൂദോടും. മറ്റുള്ളവരവരെ ശിർക്കാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ മുജദ്ദിദ്, അല്ലാഹു തൗഫീഖ് തരട്ടെ, അതാണ് ഉത്തരം. അതാണ് ഉത്തരം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി വേറൊരു ഒരുത്തൻ സുന്നത്തും കൊണ്ടൊരു വഹാബി വന്നാൽ നിങ്ങൾ അവന്റെ പിന്നാലെ നടക്കും. മനസ്സിലായില്ല? പറയും മനുഷ്യന്മാരെ, ഒരു സുന്നത്തും കൊണ്ടൊരു വഹാബി വന്നാൽ അവന്റെ പിന്നാലെ പോവോ? ഇവിടെ അസ്ലെന്താ? അവരുടെ അസ്ലെന്താ? അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അത് ഈ സമാനിൽ ആരെക്കാളും മുന്നിൽ തെളിയിച്ചു വാദപ്രതിവാദം നടത്താതെ ജനങ്ങളെ സുന്നിയാക്കി. 1000കണക്കിന് വഹാബികളെ സുന്നിയാക്കിയ ആളാണ് ആര്? മീനൂട്ടില്. അവരെ സുഹബത്ത് കൊണ്ട് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഗൾഫില്, നമ്മുടെ നാട്ടില്, അവിടെ എല്ലാം. അതിന് കാരണം എന്താ? അവരുടെ അടുത്ത് വന്ന ഒരാൾക്ക്, അവരെ ജീവിതം നേരിട്ട് കണ്ട ഒരാൾക്ക് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയാണ് ഹഖായ ദീൻ എന്ന് ബോധ്യപ്പെടും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ സമയം താമസിച്ചു. അതിലേക്ക് തിരിച്ചു പോകലല്ലാതെ നമുക്ക് രക്ഷയില്ല. അത് നമുക്കൊക്കെ കഴിയും ചെയ്യും. നമുക്കൊക്കെ കഴിയും. നമുക്ക് സുന്നത്ത് ജമാഅത്തിനെ ഹയാത്താക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ഉത്തരവാദിത്തം ഇനി നമ്മൾ നിർവഹിക്കണം. ഇനി നമ്മുടെ ബാധ്യതയാണ്. നമ്മളത് ചെയ്യണം.